ഈ വീഡിയോ കാണുന്നവരിൽ ബഹുഭൂരിപക്ഷവും വിദേശത്ത് ഉള്ളവരൊഴികെ ഇന്നത്തെ മലയാള പത്രങ്ങൾ വായിച്ച് കിളി പോയവരായിരിക്കും എന്ന വിശ്വാസത്തിലാണ് ഇത് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. രാവിലെ ആദ്യം കിട്ടിയ പത്രം ആദ്യം വായിച്ചതിൻ്റെ മെയിൻ സ്റ്റോറി, പ്രധാന വാർത്തയാണ്. അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ ചെയ്യുക. അതുകൊണ്ടാണല്ലോ, അത് അന്നത്തെ പ്രധാന വാർത്ത ആയതുകൊണ്ടാണല്ലോ പത്രത്തിന്റെ ഡെസ്കിലിരിക്കുന്നവര് ആ വാർത്തയ്ക്ക് വലിയ ഹെഡിങ് കൊടുത്ത് ഒരു മെയിൻ സ്റ്റോറി എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ആ വാർത്തയുടെ ഹെഡിങ് നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്നായിരുന്നു. അതായത് നോട്ടുകൾ ഇനി ഇല്ലാതാവുകയാണ്, അതിനു പകരം ഡിജിറ്റൽ കറൻസി വരുന്നു. വാർത്തയുടെ ആദ്യത്തെ വാചകം ഇങ്ങനെയാണ്: ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്ന വാർത്തയാണിത്. കള്ളപ്പണം പൂർണ്ണമായും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞു. ഇത് വായിച്ചപ്പോഴാണ് ഒരു ആശയക്കുഴപ്പം, ഒരു സംശയം, ഒരു കൺഫ്യൂഷൻ തോന്നിയത്. അതായത് നമ്മുടെ RBI ഗവർണറുടെ പേര് ഡോക്ടർ അരവിന്ദ് കുമാർ എന്നല്ലല്ലോ, ശ്രീ സഞ്ജയ് മൽഹോത്രയല്ലേ, ഒരു പഴയ IAS ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഈ അടുത്ത കാലത്താണല്ലോ RBIയുടെ ഗവർണറായിട്ട് ചുമതലയേറ്റത്, ശ്രീ സഞ്ജയ് മൽഹോത്ര. പിന്നെ എങ്ങനെയാണ് ഒരു അരവിന്ദ് കുമാർ വരുന്നത്? ആശയക്കുഴപ്പം കൂടി. എന്നാൽ പിന്നെ അടുത്ത വാർത്തകൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് റോബോ മന്ത്രി എന്ന ശീർഷകത്തിലൊരു സിംഗിൾ കോളം വാർത്ത. അതായത് നമ്മുടെ സംസ്ഥാനത്ത്, കേരളത്തില് ആദ്യത്തെ റോബോ റവന്യൂ മന്ത്രി, റോബോട്ട് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്, റോബോ റവന്യൂ മന്ത്രി അധികാരമേറ്റിട്ട് 1 കൊല്ലം പൂർത്തിയാകുന്നു. ചേട്ടാ, ഇത് നമ്മൾ അറിഞ്ഞില്ലല്ലോ. നമുക്കറിയാവുന്നത് K. രാജന, നമ്മുടെ റവന്യൂ മന്ത്രി. അദ്ദേഹം മാറിയെന്നോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി ഒരു റോബോ മന്ത്രി വന്നു എന്നോ നമുക്കറിയില്ലല്ലോ. അടുത്ത വാർത്തയിലേക്ക് പോയി. അത് ഇതിനേക്കാൾ ഗംഭീരമാണ്. ആഴക്കടൽ ഇനി ആൾക്കടൽ. അതായത് സമുദ്രത്തിനടിയില് ഓഷ്യാനസ് എന്ന് പറയുന്ന ഒരു നഗരം ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ ധാരാളം ആളുകൾ പാർക്കാനായിട്ട് എത്തുകയാണ്. 1-2 പേരല്ല കേട്ടോ, 1 ലക്ഷത്തോളം ആളുകൾ അവിടെ പാർക്കാനായിട്ട് എത്തിയെന്ന് ഓഷ്യാനസിൽ. അപ്പൊ അവിടുത്തെ ആദ്യത്തെ വീട്, അതിന് ഷെല്ലെന്നാ പറയുന്നത്, അതിന്റെ ഉടമസ്ഥ സമുദ്ര ശാസ്ത്രജ്ഞയായ ഡോക്ടർ അലീന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിക്ക് ഈ ഷെല്ലിന്റെ താക്കോൽ കൊടുത്തുകൊണ്ട് ഈ ഭവനങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു എന്നാ പറയുന്നത്. ഇതൊരു വല്ലാത്ത നഗരമാണ് കേട്ടോ. അവിടെ സുസ്ഥിരമായ ഊർജ സ്രോതസ്സുണ്ട്, പവിഴപ്പുറ്റ് മാളികകൾ, ഗവേഷണ ലാബുകൾ, സ്കൂളുകൾ, തീം പാർക്കുകൾ, കണ്ണാടിച്ചില്ല റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ അത്യാധുനികമായ ഒരു നഗരം. ഇത്രയും വായിച്ചപ്പോഴത്തേക്ക് കൺഫ്യൂഷൻ കൂടിക്കൂടി അത് വെളിവുകേടിന്റെ ഒരു നിലയിലേക്ക് എത്തി എന്ന് പറയാതെ വയ്യ. അപ്പോഴാണ് കാണുന്നത് ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും. ഗോളങ്ങൾ തമ്മിൽ പന്തുകൾ നടന്നു, ഫുട്ബോളേ. ഈ ഭൂമിയും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ഒക്കെ തമ്മിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ്. അതിന് ഏറ്റവും രസകരമായ ഫിഫയാണ് നടത്തിയത്. ഫിഫ, ലോക ഫുട്ബോൾ ഫെഡറേഷൻ നടത്തിയിരിക്കുന്നത്, അല്ല ഗോളാന്തര ഫുട്ബോൾ ഫെഡറേഷൻ അല്ല. അതെന്തുമായിക്കോട്ടെ, അതിന്റെ ഫൈനൽ മത്സരത്തില് നമ്മുടെ ഭൂമിയും ചൊവ്വയും കിരീടം പങ്കുവെച്ചു എന്നാണ് പറയുന്നത്. ചെറിയ കളിയൊന്നുമല്ല. 500 കോടി ആളുകളാണ് ഈ ഫുട്ബോൾ മത്സരം കണ്ടത് എന്നാണ് പറയുന്നത്. ഈ 1-ാം പേജിലെ വാർത്തയ്ക്ക് ഒരു ലോക്കൽ ഫ്ലേവർ വേണമല്ലോ, അതുകൊണ്ട് ഗംഭീരമായ വാർത്തയാ. അതിങ്ങനെയാകട്ടോ: ഹായ്, ഒഴിവായി വൻ ദുരന്തം, രക്ഷപ്പെട്ടത് 30,000 പേർ. അത് കണ്ടാൽ ആരാ വായിക്കാതിരിക്കുക? നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ കണ്ട് മനസ്സും അടുത്തിരിക്കുന്ന ആളുകളാ. കേരളത്തിലെ കഥയാ പറയുന്നത്. അതായത് ചെമ്പ്രമലയ്ക്ക് സമീപം അത്തിമലയില് ഒരു ഉരുൾപൊട്ടാനുള്ളൊരു സാധ്യത, അത് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവചിച്ചതോടെ ഒരു വൻ ദുരന്തം ഒഴിവായി 30,000 പേര് രക്ഷപ്പെട്ടു. പിന്നെ അതിരില്ല ലോകം, തടയില്ല കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ലോകത്ത് യുദ്ധം അവസാനിച്ചു. അത് മാത്രമല്ല, ഈ വിവിധ രാജ്യങ്ങളുടെ അതിർത്തികളിൽ ഉണ്ടായിരുന്ന സേനകളെ പിൻവലിക്കുന്നു. സത്യമായി നോട്ട് മാറി ഈ ഡിജിറ്റൽ കറൻസി വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയാ. അതുപോലൊരു വമ്പൻ വാർത്തയല്ലേ ഇനി യുദ്ധമില്ല എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്, എല്ലാ സൈന്യങ്ങളെയും അതത് രാജ്യങ്ങൾ പിൻവലിക്കുന്നത്. അത് പക്ഷേ വളരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയും കണ്ടപ്പോഴേക്കും ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു അവസ്ഥയിലായി. അടുത്ത ഒരു പത്രം, ഞാൻ 2 പത്രങ്ങളാണ് വാങ്ങുന്നത്, അതിനുള്ള കഴിവേ ഉള്ളൂ സാമ്പത്തികമായിട്ട്. ഇപ്പൊ പത്രത്തിൻ്റെ ഒക്കെ വില അങ്ങനെയാണല്ലോ. അപ്പൊ 2ാമത്തെ പത്രം അതെടുത്തപ്പോഴാണ് വാസ്തവത്തിൽ കൺഫ്യൂഷൻ അല്പം ഒന്ന് മാറിയത്. അതിൽ ഒരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് ഏതാണ്ട് ഇങ്ങനെയാണ്: അറിയിപ്പ്,
കൊച്ചി ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രചരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് പത്രത്തിന്റെ 1-ാം പേജിൽ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് വാർത്തയല്ല, സാധാരണ പത്രത്തിന്റെ 1-ാം പേജിൽ വരുന്ന വാർത്തകളല്ലെന്ന്, സാങ്കല്പികമാണെന്ന്. എന്ന് പറഞ്ഞാൽ വ്യാജ വാർത്തകൾ, ഫേക്ക് ന്യൂസ് ആണെന്ന്. അതാണ് അതിന്റെ സത്യം. അങ്ങനെ സാങ്കല്പിക വാർത്തകളാണ്. 2050 പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന് ഭാവന ചെയ്യുകയാണ് ഇവിടെ. 2050 ഇറങ്ങാൻ പോകുന്ന പത്രങ്ങളിൽ വാർത്തകൾ എങ്ങനെയായിരിക്കും, എന്തുതരം വാർത്തകളാണ് 1-ാം പേജിൽ വരിക എന്നൊന്ന് സങ്കല്പിച്ചു നോക്കിയതാ, ഭാവനയിൽ കണ്ടു നോക്കിയതാ. അത് ഈ പത്രത്തിന്റെ, ഞാൻ രണ്ടാമത് വായിച്ച പത്രത്തിന്റെ 1-ാം പേജിൽ സാമാന്യം വലിയ അക്ഷരത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ആദ്യം വായിച്ച പത്രത്തിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ലാതിരിക്കുമോ, അത്തരത്തിലൊരു വാണിംഗ് ഇല്ലാതെ കൊടുക്കുമോ? നോക്കിയപ്പോൾ ഉണ്ട് കേട്ടോ. വളരെ മുകളിൽ ഒരു ചെറിയ ഒരു കോളത്തില് മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പത്രങ്ങളിലൊക്കെ മാസ്റ്റേർഡ് എന്ന് പറയും, നമ്മുടെ ഈ പത്രത്തിന്റെ പേര് എഴുതുന്ന ആ ഭാഗം, അതായത് മലയാള മനോരമ, മാതൃഭൂമി എന്നൊക്കെ എഴുതുന്നത്, അതിൻ്റെ അടിയിൽ വളരെ ചെറിയ അക്ഷരത്തിൽ മാർക്കറ്റിംഗ് ഫീച്ചർ എന്നും കൊടുത്തിട്ടുണ്ട്. നമ്മൾ രാവിലെ 1-ാം പേജ് വായിക്കുന്ന ഉടനെ മാസ്റ്റേർഡിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഫീച്ചർ എന്നോ മറ്റോ എഴുതിയിട്ടുണ്ടോ, വല്ല മുന്നറിയിപ്പുണ്ടോ എന്നൊന്നും നോക്കിയിട്ടോ കണ്ടിട്ടോ അല്ലല്ലോ പത്രം വായിക്കുന്നത്. എന്തായാലും ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ ഈ പത്രങ്ങളുടെ മുമ്പിൽ വിഡ്ഢിവേഷം കെട്ടി ഇരിക്കേണ്ടി വന്നു. 10-30 വർഷം ഒരു പത്രത്തിന്റെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ റിപ്പോർട്ടറായിട്ടും ഡെസ്കിലും ഒക്കെ ജോലി ചെയ്ത ഒരാൾക്ക് ഉണ്ടായ അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് ഇന്ന് മലയാളം പത്രങ്ങളുടെ 1-ാം പേജ് വായിക്കുമ്പോൾ അവർക്കുണ്ടായ അനുഭവം എന്തായിരിക്കും എന്ന കാര്യം വാസ്തവത്തിൽ അചിന്ത്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ 2 പത്രമല്ല കണ്ടുള്ളൂ. അപ്പോൾ അന്വേഷിച്ചു മറ്റു പത്രങ്ങളിൽ ഈ മാർക്കറ്റിംഗ് ഫീച്ചർ, വ്യാജ വാർത്ത അല്ലെങ്കിൽ സാങ്കല്പിക വാർത്ത അടങ്ങുന്ന പേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഏതാണ്ട് ഒട്ടുമിക്ക പത്രങ്ങളുടെയും 1-ാം പേജിൽ ഈ വാർത്തയുണ്ട്. ഒരേ ലേഔട്ട്, ഒരേ ഹെഡിങ്ങുകൾ, ഒരേ വാർത്ത. അതേസമയം മാതൃഭൂമിയിൽ മാത്രം 1-ാം പേജിന്റെ ലേഔട്ടിൽ അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം പരസ്യ ഏജൻസികൾ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ അതേപോലെ ഉപയോഗിക്കുകയാണ് പതിവ്. മാതൃഭൂമി, എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരുപക്ഷെ ഈ ഫീച്ചറിനുള്ള ചിത്രങ്ങളും മാറ്ററും അവരെ ഏൽപ്പിച്ചു കാണും. അവർ തന്നെ അവരുടേതായ രീതിയിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ലേഔട്ട് നടത്തി 1-ാം പേജ് തയ്യാറാക്കി എന്നാണ് തോന്നുന്നത്. ദോഷം പറയരുതല്ലോ, മറ്റെല്ലാ പത്രങ്ങളിലും വന്ന 1-ാം പേജിനേക്കാൾ ഡിസൈൻ്റെ കാര്യത്തിൽ നല്ലത് മാതൃഭൂമിയാണ്. പക്ഷെ മലയാള മനോരമ അതിനേക്കാൾ വലിയൊരു ബുദ്ധി കാട്ടി. അവര് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് പോലെ 2050 പത്രം, അന്ന് പത്രത്തിൽ വരുന്ന വാർത്തകൾ എങ്ങനെയായിരിക്കും എന്ന് സങ്കല്പിച്ചതാണല്ലോ. അവരതുകൊണ്ട് എന്ത് ചെയ്തു, ഇന്നത്തെ 1-ാം പേജിലെ ഡേറ്റ് ലൈൻ, അതായത് പത്രത്തിന്റെ തീയതി, അതിൽ അവരൊരു ബുദ്ധി കാണിച്ചു. അവർ കൊടുത്തിരിക്കുന്നത് 24 ജനുവരി 2050 തിങ്കൾ എന്നാണ്. അപ്പൊ 2050 ജാനുവരി 24-ാം തീയതി, അതൊരു തിങ്കളാഴ്ച ആയിരിക്കണം അന്നത്തെ പത്രം എന്ന നിലയിൽ തന്നെയാണ് മനോരമ ഇന്നത്തെ പത്രത്തിന്റെ 1-ാം പേജിൽ ഡേറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. എത്ര മലയാളം പത്രങ്ങൾ ഇത് കൊടുത്തു എന്ന് എനിക്കറിയില്ല. പക്ഷേ കേരളകൗമുദി ഉണ്ട്, ദീപികയുണ്ട്, വീക്ഷണമുണ്ട്, മംഗളത്തിലും മാധ്യമത്തിലുമുണ്ട്. ഈ വക പത്രങ്ങളിലൊക്കെ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പരസ്യം കൊടുക്കാത്ത ഒരു പത്രം ദേശാഭിമാനിയാണ്. സ്ഥലമില്ലാത്തത് കൊണ്ടാണോ നാളെ വരുമോ എന്നറിയില്ല. പക്ഷെ ഇന്നത്തെ ദേശാഭിമാനിയിൽ ഈ സാങ്കല്പിക വാർത്താ പേജ് വന്നിട്ടില്ല. ഇംഗ്ലീഷ് പത്രങ്ങളിലും വന്നോ എന്ന് വ്യക്തമല്ല. ഈ സാങ്കല്പിക വാർത്തകളിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മെയിൻ സ്റ്റോറി തന്നെയാണ്. അതായത് നോട്ടേ വിട, ഇനി ഡിജിറ്റൽ കറൻസി എന്ന ശീർഷകത്തിൽ വന്നിരിക്കുന്ന സാങ്കല്പിക വാർത്ത. അവിടെ വാസ്തവത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ സാങ്കല്പിക വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? ഒരു പത്രപരസ്യത്തിൽ അത് സാങ്കല്പിക വാർത്തകൾ ഉൾപ്പെടുത്തി ഉണ്ടാക്കുന്നതാവട്ടെ, അതിലിങ്ങനെ RBI നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധിക്കുമോ? ഗവർണറുടെ പേര് വേറെയാ കൊടുത്തിരിക്കുന്നത്, ഒരു സാങ്കല്പിക നാമം തന്നെയാണ്, അത് സമ്മതിച്ചു. പക്ഷേ ഈ വാർത്തയുടെ ശീർഷകവും അതിന്റെ ആദ്യ വരികളും വായിച്ചാൽ തോന്നുക ഇത് ഔദ്യോഗികമായ ഒരു അറിയിപ്പാണെന്നാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ഒരു അറിയിപ്പ്, അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വാർത്തയാണെന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പോലെ ഒരു സ്ഥാപനത്തെ കോട്ട് ചെയ്തുകൊണ്ട്, ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെ സാങ്കല്പിക വാർത്തകൾ നൽകാൻ സാധിക്കുമോ?
മറ്റു ചില വാർത്തകളുണ്ട്, ഗോളാന്തര കിരീടം പങ്കിട്ട് ഭൂമിയും ചൊവ്വയും. അതൊക്കെ നമുക്കൊരു പരിധി വരെ മനസ്സിലാക്കാം. അതായത് ഈ ബാലഭൂമിയിലും ബാലരമയിലും ഒക്കെ മൃഗാധിപത്യം വന്നാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഭാവിച്ചുകൊണ്ട് ചില കഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിനോദ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റിസർവ് ബാങ്കിനെ എടുത്ത് കളിക്കാൻ പറ്റും. ഒരു കളിപ്പാട്ടമാണോ ഇന്ത്യയുടെ റിസർവ് ബാങ്ക്? അതും ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട വാർത്ത, നോട്ട് പിൻവലിക്കുന്നു, ഈ ഡിജിറ്റൽ കറൻസിയാണെന്ന് പറയുന്നത്. നോട്ട് നിരോധിച്ച പാരമ്പര്യവും ചരിത്രവും സമീപകാല ചരിത്രമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആളുകൾ ഇത് വിശ്വസിക്കും. ഇത് വായിക്കുമ്പോൾ ആദ്യം എനിക്കും തോന്നിയത് ഈ കള്ളപ്പണക്കാരന്റെ കൊലവള്ളിക്ക് പിടിക്കുമല്ലോ എന്നാണ് ആദ്യം തോന്നിയൊരു സന്തോഷം. പിന്നെ റിസർവ് ബാങ്ക് ഗവർണറുടെ പേര് കണ്ടപ്പോഴാണ് ഇതിലെ ആശയക്കുഴപ്പവും കൺഫ്യൂഷനും ഉണ്ടായത്. ഇതൊക്കെ എങ്ങനെയാണ് നടക്കുക? ഇതെങ്ങനെയാണ് ഇത്തരത്തിലുള്ള പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുക? ഇതിലെ മുന്നറിയിപ്പിന്റെ അവസാന ഭാഗത്ത് വളരെ രസകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഇതിൽ പ്രതിപാദിക്കുന്ന അഭിപ്രായങ്ങൾക്ക് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെയോ അനുബന്ധ സ്ഥാപനങ്ങളുടെയോ നിലപാടുകളുമായി ബന്ധമില്ല. ഈ പരസ്യത്തിൽ പറയുന്ന സാങ്കല്പിക വാർത്തകൾക്ക് ഈ പരസ്യദാതാക്കൾക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലെന്ന്, അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പൊ ആർക്കാണ് ഉത്തരവാദിത്വം? സാധാരണഗതിയിൽ ചില പരസ്യങ്ങളെ സംബന്ധിച്ച് പത്രങ്ങൾ ഈ പരസ്യങ്ങളുടെ വാസ്തവസ്ഥിതി നിങ്ങൾ തന്നെ അന്വേഷിച്ച് ബോധ്യപ്പെടേണ്ടതാണെന്നും ഇതിൽ പറയുന്ന അവകാശവാദങ്ങൾക്ക് പത്രങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നും പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ. അപ്പം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിൽ ഏതാണ്ട് മുഴുവൻ മലയാള പത്രങ്ങളുടെയും ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്തയ്ക്ക് അവസാനം പറയുന്നത് ഈ പരസ്യത്തിന്റെ ഉള്ളടക്കവുമായിട്ട് പരസ്യം നൽകുന്ന സ്ഥാപനത്തിന് യാതൊരു ബന്ധവുമില്ല എന്നാ. പിന്നെ ആർക്കാ ഉത്തരവാദിത്വം? ആരാണ് റെസ്പോൺസിബിൾ? ആ റെസ്പോൺസിബിലിറ്റി, അതായത് റിസർവ് ബാങ്കിനെ വരെ വ്യാജമായി ഉദ്ധരിച്ചുകൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ സാങ്കല്പിക വാർത്തയുടേതടക്കമുള്ള വാർത്തകളുടെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം പത്രങ്ങൾ ഏറ്റെടുക്കുകയാണോ? ഇതൊരു പരസ്യമാണല്ലോ, അല്ലാതെ എഡിറ്റോറിയൽ വിഭാഗം തയ്യാറാക്കിയതല്ലോ. അപ്പൊ ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പത്രം ഏറ്റെടുക്കുകയാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതെല്ലാ പത്രങ്ങൾക്കും നൽകുന്നതിലൂടെ പരസ്യദാതാക്കൾ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. 2 or 3 പത്രത്തിന് കൊടുത്താൽ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. എല്ലാവരെയും പിടിച്ച് ഒരു കള്ളിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആരും എതിരഭിപ്രായവുമായി വരികയില്ലല്ലോ. ആ ബുദ്ധിയാണ് അവരുടെ ഉപയോഗിച്ചത്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ പരസ്യത്തിന്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന ചോദ്യം അപ്പോഴും ബാക്കി നിൽക്കുന്നു. വാസ്തവത്തിലെ വാർത്തകളുടെ ഒരു ഉൽപ്പന്നമാണ് വർത്തമാന പത്രങ്ങൾ. അത് ഏത് വാർത്താ മാധ്യമമാണെങ്കിലും അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വിൽക്കുന്ന വാർത്തകൾക്ക് ആധികാരികത ഉണ്ടാവണം, വിശ്വാസ്യത ഉണ്ടാവണം, ക്രെഡിബിലിറ്റി എന്ന് പറയും, അതുണ്ടാവണം. പക്ഷെ അതിനു പകരം നമ്മുടെ ഒന്നാം പേജിൽ ഇത്തരത്തിൽ ആധികാരികമല്ലാത്ത വെറും വിനോദോപാധി എന്ന് പറയാവുന്ന സാങ്കല്പികമായ വാർത്തകൾ വന്നാൽ എന്താണ് സംഭവിക്കുക? അത് പത്രത്തിന്റെ യഥാർത്ഥ വാർത്തയുടെ വിശ്വാസ്യതയെ, ആധികാരികതയെ ബാധിക്കും. അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് സംഭവിക്കുന്നത്. ഒന്നാം പേജിലെ ഈ സാങ്കല്പിക വാർത്തകൾ വായിച്ചിട്ട് അടുത്ത പേജുകളിലേക്ക് പോകുന്ന വായനക്കാരൻ അവിടുത്തെ യഥാർത്ഥ വാർത്തകൾ വിശ്വസിക്കണമെന്നുണ്ടോ? വാസ്തവത്തിൽ ഇത്തരം പരസ്യങ്ങൾ നൽകുന്നതിലൂടെ ആർക്കാണ് ദോഷം സംഭവിക്കുന്നത്? അതാരെങ്കിലും ആലോചിക്കുന്നുണ്ടോ? പല്ല് തേക്കുന്ന പേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി സാങ്കല്പിക പേസ്റ്റ് ഉണ്ടാക്കുമോ എന്നും, അതുപോലെ തന്നെ അരി വിൽക്കുന്ന കമ്പനിക്കാരൻ സാങ്കല്പിക അരി മാർക്കറ്റ് ചെയ്യുമോ എന്നും ഒക്കെ ഇത്തരത്തില് ആലോചിക്കേണ്ടതാ. പരസ്യദാതാക്കൾ ഒരു കാര്യം ഓർക്കണം കേട്ടോ, അല്ലെങ്കിൽ തന്നെ പരസ്യങ്ങൾക്ക് പഴയതുപോലെ വിശ്വാസ്യതയില്ല. അത് 100% ആരും വിശ്വാസത്തിൽ എടുക്കുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തില് നിങ്ങൾ ഈ സാങ്കല്പിക വാർത്തകൾ ചേർത്തുകൊണ്ടൊക്കെ പരസ്യമായി വന്നാല് ഉള്ള വിശ്വാസം കൂടെ നഷ്ടപ്പെടുകയുള്ളൂ. സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ച്, ധാർമ്മികമായ അധപ്പതനത്തെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച്, പെരുകുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് വാചാലമായിട്ട് എഴുതുന്നതാണ് അച്ചടി മാധ്യമങ്ങൾ. അപ്പോൾ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് ഒന്നാം പേജിൽ വന്നിരിക്കുന്ന ഈ പരസ്യം, സാങ്കല്പിക വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന ഈ പരസ്യം, ഇത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ? ജേർണലിസ്റ്റിക് എത്തിക്സിന് അനുരൂപമാണോ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ? ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? പത്രത്തിന്റെ ഒന്നാം പേജിൽ ഇത്തരത്തിലുള്ള ഈ സാങ്കല്പിക വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു എഡിറ്ററുടെ ആവശ്യം എന്താ? ഞാനിന്ന് ഈ പത്രം കണ്ട ആകപ്പാടെ കൺഫ്യൂഷനിലായപ്പോൾ അല്പം സ്വാതന്ത്ര്യമുള്ള ഒരു എഡിറ്ററെ വിളിച്ചു. സംസാരിക്കുന്നതിൽ അത്ര ലുബ്ധ കാട്ടുന്ന ഒരാളല്ല. അദ്ദേഹം എടുത്ത വായിൽ പറഞ്ഞു, ഞങ്ങൾ മാത്രമല്ല മറ്റു പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അടുത്ത ഒരു വാചകത്തിലേക്ക് കടന്നപ്പോൾ അദ്ദേഹം ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. കട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. സ്വയം കട്ടായതാണോ എന്നറിയില്ല. പക്ഷെ അദ്ദേഹം പിന്നീട് എന്നെ വിളിച്ചില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു എഡിറ്ററുടെ ഉത്തരവാദിത്വം എന്താണ്? എഡിറ്റേഴ്സ് ഗിൽഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അഖിലേന്ത്യാ തലത്തിൽ.
മുഴുവൻ പത്രാധിപന്മാരും അംഗമാണ്. പത്ര സ്വാതന്ത്ര്യത്തിനെതിരെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ വാളെടുക്കുന്നവരാ. അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറയാറുണ്ടോ? പത്ര ഉടമകളുടെ സംഘടന INS, അവർക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നതിനിടെ അച്ചടി മാധ്യമങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കുലേഷൻ കുറയുന്നുണ്ട്, പരസ്യ വരുമാനം ഇടിയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലൊക്കെയാണ് പലപ്പോഴും ഈ ജാക്കറ്റ് പരസ്യങ്ങൾക്ക് വേണ്ടി പത്രങ്ങൾ ശ്രമിക്കുന്നത്. അതിന്റെ പേരിൽ പത്രങ്ങളെ വല്ലാതെ വിമർശിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആ വിമർശനങ്ങൾക്കൊന്നും അത്ര അടിസ്ഥാനമുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് വരുമാനം ഉണ്ടാക്കിയാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ കാര്യം എടുത്താൽ ചില പത്രങ്ങളിൽ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അടക്കം 2 or 3 ജാക്കറ്റ് പരസ്യങ്ങൾ കഴിഞ്ഞാലേ യഥാർത്ഥ 1ാം പേജിലേക്ക് എത്തുന്നുള്ളൂ എന്ന് ചിലര് പറയുകയുണ്ടായി. ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ വിളിച്ചു പറഞ്ഞതാണ്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്തരം പ്രതിസന്ധികളിൽ പത്രങ്ങൾ അത്തരത്തിലുള്ള ജാക്കറ്റ് പരസ്യം പോലുള്ള തന്ത്രങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അതേസമയം ഇത്തരത്തിലുള്ള സാങ്കല്പിക വാർത്തകൾ പരസ്യമായി പത്രത്തിന്റെ 1ാം പേജിൽ വന്നാലോ? അച്ചടി മാധ്യമത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിന്റെ ആധികാരികത, ക്രെഡിബിലിറ്റി, പിന്നെ അത് നൽകുന്ന സമഗ്രത, ഇതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ക്രെഡിബിലിറ്റി വെച്ച് കളിക്കുന്ന കാര്യങ്ങൾക്ക് പോയാൽ അത് പത്രത്തെ ദോഷകരമായി മാത്രമേ ബാധിക്കാറുള്ളൂ. വാസ്തവത്തിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അച്ചടി മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന വെല്ലുവിളി, പ്രധാന വെല്ലുവിളി അവർ കൊടുക്കുന്ന വ്യാജ വാർത്തകളാ, ഫേക്ക് ന്യൂസ്. അതിലൂടെയാണ് അവരെ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ ഈ ഫേക്ക് ന്യൂസിനെതിരെ കാമ്പയിൻ നടത്തുന്ന ആളുകളാ അച്ചടി മാധ്യമങ്ങൾ. അപ്പൊ നമ്മള് ഈ കാമ്പയിൻ നടത്തുന്നവര് ഈ സാങ്കല്പിക വാർത്തകളുമായി കളിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്നത്തെ മിക്ക മലയാളം പത്രങ്ങളുടെയും 1ാം പേജിൽ കണ്ടത് അല്പം കൂടിപ്പോയി എന്നേ പറയാനുള്ളൂ.